നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ, കാഞ്ഞങ്ങാട്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. മദ്യനയ കേസിൽ ED അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 1 മണിക്കൂർ നേരം ED സംഘം കെജ്രിവാളിനെ ഇദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ച് ചോദ്യം ചെയ്തു. അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വിമർശിച്ച ആദ്മി പാർട്ടി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചാലും അദ്ദേഹം മുഖ്യമന്ത്രിയായി തുടരുമെന്നും വ്യക്തമാക്കി. അതിനിടെ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഡൽഹിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യാപേക്ഷയിൽ അടിയന്തരമായി കേസ് പരിഗണിക്കണമെന്ന AAP അഭിഭാഷകരുടെ ആവശ്യം സുപ്രീം കോടതി ഇന്നലെ തള്ളി. കേസ് ഇന്ന് പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി അറിയിച്ചു. കേസ് അറസ്റ്റ് രേഖപ്പെടുത്തിയ ED സംഘം അരവിന്ദ് കെജ്രിവാളുമായി ED ഓഫീസിലേക്ക് പോയി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിൻ്റെ പിന്നാലെ ഡൽഹിയിലെ തെരുവുകൾ യുദ്ധസമാനം. ഡൽഹിക്ക് പുറത്തേക്കും രാജ്യവ്യാപകമായി തന്നെയും പ്രതിഷേധം വ്യാപിപ്പിക്കാനാണ് പാർട്ടിയുടെ നീക്കം. വമ്പൻ പ്രതിഷേധം രാജ്യവ്യാപകമായി നടത്താനാണ് ഇന്ത്യ മുന്നണിയുടെ തീരുമാനമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കി. അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിൽ രൂക്ഷമായി പ്രതികരിച്ച് പ്രതിപക്ഷ നേതാക്കൾ. ഭീരുവായ ഏകാധിപതിക്ക് വേണ്ടത് നിർജീവമായ ജനാധിപത്യമെന്ന് രാഹുൽ ഗാന്ധി. സർവവും പിടിച്ചടക്കാൻ നോക്കുന്ന അസുരശക്തി ഇപ്പോൾ മുഖ്യമന്ത്രിമാരെയും അറസ്റ്റ് ചെയ്യുന്നുവെന്നും ഇന്ത്യ അർഹമായ മറുപടി നൽകുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. BJPയുടെ പരാജയഭീതി വ്യക്തമായെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ. മോദിയും BJPയും പരാജയഭീതിയിൽ പ്രതിപക്ഷ വേട്ട നടത്തുകയാണെന്നും ജനരോഷം നേരിടാൻ ഒരുങ്ങിക്കോളൂവെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന ശേഷമുള്ള ഈ നടപടി രാജ്യത്തിന് തന്നെ നാണക്കേടാണെന്നും ഇന്ത്യയിലെ ജനങ്ങൾ ഈ ഗൂഢാലോചനയെ എതിർത്ത് തോൽപ്പിക്കുമെന്നും CPM അഭിപ്രായപ്പെട്ടു. തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ച ഘട്ടത്തിൽ എതിർ ശബ്ദങ്ങളെ തുറുങ്കിൽ അടക്കാനുള്ള ത്വരയുടെ ഭാഗമാണ് ഈ നടപടിയെന്നും ജനാധിപത്യ പ്രക്രിയയെ ഭയപ്പെടുന്നവരുടെ ഭീരുത്വമാണ് ഇതിൽ നിന്ന് തെളിയുന്നതെന്നും പിണറായി വിജയൻ പറഞ്ഞു. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്ന് ED വ്യക്തമാക്കി. ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമെന്നും ED അറിയിച്ചിട്ടുണ്ട്. കെജ്രിവാൾ ചോദ്യം ചെയ്യലിനോട് സഹകരിച്ചില്ലെന്നും അതിനാലാണ് സമയം ആവശ്യപ്പെടാൻ നീങ്ങുന്നതെന്നും ED അറിയിച്ചു. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിന് പിന്നാലെ കെജ്രിവാളിൻ്റെ രാജി ആവശ്യപ്പെട്ട് BJP രംഗത്തെത്തി. ദില്ലി മുഖ്യമന്ത്രിയോട് രാജിവെക്കാൻ ആവശ്യപ്പെടണമെന്ന് ദില്ലി ലഫ്റ്റനന്റ് ഗവർണർക്ക് നൽകിയ കത്തിൽ BJP ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള കത്ത് ലഭിച്ചതിന് പിന്നാലെ ഗവർണർ നിയമോപദേശവും തേടിയിട്ടുണ്ട്. ജയിലിൽ അടച്ചാലും കെജ്രിവാൾ മുഖ്യമന്ത്രിയായി തുടരുമെന്നും ജയിലിൽ കിടന്ന് രാജ്യ തലസ്ഥാനം ഭരിക്കുമെന്നാണ് ആദ്മിയുടെ നിലപാട്. എന്നാൽ ജയിലിൽ കിടന്ന് ഭരിക്കാൻ അനുവദിക്കില്ലെന്ന് BJPയും വ്യക്തമാക്കി. ചോദ്യത്തിന് കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട കേസിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവും മുൻ MPയുമായ മഹുവ മൈത്രയ്ക്കെതിരെ CBI കേസെടുത്തു. നേരത്തെ ഈ ആരോപണത്തിൽ പാർലമെന്റ് എത്തിക്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് പിന്നാലെ മെഹുവ മൈത്രയെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ദില്ലി AAP മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് മെഹുവ മൈത്രയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട് കേരളം നൽകിയ കണക്കുകളെല്ലാം തെറ്റെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ. വരവിനേക്കാൾ ചെലവുള്ള സംസ്ഥാനമാണ് കേരളമെന്ന് കേന്ദ്ര സർക്കാർ കോടതിയിൽ പറഞ്ഞു. സാമ്പത്തിക അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ CAG റിപ്പോർട്ടിനെ കേരളം ദുർവ്യാഖ്യാനം ചെയ്യുന്നുവെന്നും കേന്ദ്ര സർക്കാർ കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇലക്ടർ ബോണ്ടുമായുള്ള എല്ലാ വിവരങ്ങളും കൈമാറി. SBI രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് കടപ്പത്രം വഴി സംഭാവന ലഭിച്ചതുമായി ബന്ധപ്പെട്ട് മുഴുവൻ വിവരങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഇതോടെ ഓരോ കമ്പനിയും ആർക്കൊക്കെയാണ് സംഭാവന നൽകിയതെന്നും എത്ര വീതമാണ് സംഭാവനയെന്നും എപ്പോഴാണ് ഇത് നൽകിയതെന്ന അടക്കമുള്ള മുഴുവൻ വിവരങ്ങളും വൈകാതെ തന്നെ പുറത്തുവരും. പെരുമാറ്റച്ചട്ട ലംഘനം ചൂണ്ടിക്കാട്ടി വാട്സപ്പുകളിലേക്ക് വികസിത് ഭാരത് സന്ദേശം അയക്കുന്നത് തടഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പ്രധാനമന്ത്രി നേരിട്ട് വോട്ട് തേടുന്ന സന്ദേശമായിരുന്നു ഇലക്ട്രോണിക് മന്ത്രാലയം അയച്ചിരുന്നത്. സ്ഥാനാർത്ഥിയായിരിക്കെ മോദിയുടെ പേരിൽ അയച്ച സന്ദേശം ചട്ടലംഘനമാണെന്ന് കാണിച്ച് തൃണമൂൽ കോൺഗ്രസ് നേതാവ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. ഡോക്ടർ MK ജയരാജിനെ കാലിക്കറ്റ് VC സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയ ചാൻസലറുടെ നടപടിയെ
നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. UGC യോഗ്യതയില്ലാത്തതിൻ്റെ പേരിലാണ് കാലിക്കറ്റ് സംസ്കൃത സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പുറത്താക്കിയത്. കലാമണ്ഡലം സത്യഭാമയുടേത് പരിഷ്കൃത സമൂഹത്തിന് നിരക്കാത്ത പ്രസ്താവനയാണെന്ന് സത്യഭാമയെ പോലുള്ളവരുടെ പേരിനൊപ്പം കലാമണ്ഡലത്തിൻ്റെ പേര് ചേർക്കുന്നത് സ്ഥാപനത്തിന് തന്നെ കളങ്കമാണെന്നും കേരള കലാമണ്ഡലത്തിലെ പൂർവ്വ വിദ്യാർത്ഥി എന്നതിനപ്പുറം സത്യഭാമയ്ക്ക് കലാമണ്ഡലവുമായി ഒരു ബന്ധവുമില്ലെന്നും കേരള കലാമണ്ഡലം VCയും രജിസ്ട്രാറും വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. കല ആരുടെയും കുത്തകയല്ലെന്നും RLV രാമകൃഷ്ണൻ എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നുവെന്നും മന്ത്രി സജി ചെറിയാൻ. ഈ അവസരത്തിൽ കലാമണ്ഡലം സത്യഭാമ പ്രസ്താവന പിൻവലിച്ച് RLV രാമകൃഷ്ണനോടും സാംസ്കാരിക കേരളത്തോടും മാപ്പ് പറയണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. നല്ല കുടിവെള്ളം, നല്ല ആരോഗ്യം, നല്ല ജീവിതം. കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പിയിൽ നല്ല കുടിവെള്ളം സമ്മാന പദ്ധതി വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. മാസം 1000 രൂപ വീതമടച്ച് RO, UV, UF, ആൽക്കലൈൻ മിനറൽ വാട്ടർ പ്യൂരിഫയർ സ്വന്തമാക്കാം. നറുക്കു വന്നാൽ പിന്നീട് പണം അടയ്ക്കേണ്ടതില്ല. പദ്ധതിയിൽ അംഗമാവാൻ ഉടൻ ബന്ധപ്പെടുക. 9447151447. നല്ല കുടിവെള്ളം, നല്ല ആരോഗ്യം, നല്ല ജീവിതം.